ഏറ്റുവാങ്ങാനായി എത്തിച്ചേർന്നിട്ടുള്ള അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യരെ, ഗാന്ധി ചാരിറ്റബിൾ ട്രസ്റ്റ് 2011 രൂപീകരിച്ച് സംസ്ഥാനത്തൊട്ടാകെ പ്രവർത്തിച്ചു വരുന്ന ഒരു സംഘടനയാണ്. കൊല്ലം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഈ സംഘടന ഭിന്നശേഷി കുട്ടികളെയും വൃദ്ധജനങ്ങളുടെയും പാലിയേറ്റീവ് കെയർ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ സമർത്ഥരായ അധ്യാപകരെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നമ്മൾ ആദരിച്ചിട്ടുണ്ട്. ഈ വർഷം സംഘടന നിർദ്ദേശിച്ചത് പൊതുപ്രവർത്തകരെ ആദരിക്കുക എന്നുള്ളതാണ്. അപ്പൊ അവാർഡ് നിർണയ കമ്മിറ്റി നിർദ്ദേശിച്ച ഒരേ ഒരു പേര് അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണയാണ്. ഒരു ഗാന്ധി സംഘമാണ്. കാരണം മഹാത്മാഗാന്ധി ചെയ്തിരുന്ന ഏറ്റവും കൂടുതൽ ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടായിരുന്നില്ലല്ലോ. ഒരിക്കലും മഹാത്മാഗാന്ധി തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ടായിരുന്ന ഒരാളല്ല. അദ്ദേഹം അധികാരത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടുമില്ല. മഹാത്മാഗാന്ധി എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യം ഇങ്ങനെ നിലനിൽക്കുന്നതും ലോകത്തെ ഏറ്റവും വലിയ ഒരു സ്വാതന്ത്ര്യ സമരം നയിച്ചിട്ടുള്ള ആളുകളുടെ കൂട്ടത്തിൽ മഹാത്മാഗാന്ധിക്ക് പകരം വെക്കാൻ ആരും വന്നിട്ടില്ല ഇന്ന് വരെ. അപ്പം അദ്ദേഹത്തിന്റെ പേരിലുള്ള ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ഇത്തരത്തിൽ അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണയ്ക്ക് ഇങ്ങനെ ഒരു അവാർഡ് കൊടുക്കാൻ തീരുമാനിച്ചത് അങ്ങേയറ്റം അഭിനന്ദിക്കുന്നു. സന്തോഷത്തോടുകൂടി തന്നെ ഈ യോഗം ഉദ്ഘാടനം ചെയ്തു. നമസ്കാരം. ചിലര് പറഞ്ഞു സ്നേഹം, ചിലര് പറഞ്ഞു പ്രണയം, ചിലര് പറഞ്ഞു അതിൽ ഒരാള് മാത്രമാണ് കരുതൽ എന്ന വാക്ക് പറഞ്ഞു. എന്താ പറയാ, ആത്മഹർഷം കൊണ്ടോ അല്ലെങ്കിൽ ഒരുപാട് ആദരവോടെ, ഒരുപാട് സന്തോഷത്തോടെ, അതിലുമേറെ നന്ദിയോടെ, നന്ദി എന്നുള്ള വാക്ക് പറയാനുള്ളതല്ല എന്നറിയാം. തീർച്ചയായും ഇത്തരം ഒരു അവാർഡിന്, പ്രത്യേകിച്ചും ഈ സന്ദർഭത്തിൽ ഒരു തെരഞ്ഞെടുപ്പിന്റെ പടിവാതിക്കൽ എത്തി നിൽക്കുമ്പോൾ ഇത്തരം ഒരു അവാർഡ് തന്ന് അനുഗ്രഹിക്കുന്ന നേതൃത്വം നൽകിയ പ്രസിഡന്റ് സാറിനെയും ഈ ട്രസ്റ്റിനോടും പ്രത്യേകമായ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. അതോടൊപ്പം വലിയ തിരക്കിലായിട്ട് കൂടി ഇതിന് സമയം കണ്ടെത്തിയ പ്രിയപ്പെട്ട അഫീസാർ, അതുപോലെ എല്ലാവരോടുള്ള സാന്നിധ്യം കൊണ്ട് ഈ ചടങ്ങ് മഹനീയമാക്കിയ എല്ലാ പ്രിയപ്പെട്ടവരോടുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ഒരു കാലത്ത് എനിക്ക് എന്നും അവാർഡായിരുന്നു. അത് മഹിളാക്കോസ് പ്രസിഡന്റായിട്ട് കേരളം മുഴുവൻ പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിൽ മിക്കവാറും ഒത്തിരി അവാർഡുകളൊക്കെ അന്ന് കിട്ടും. പിന്നീട് അവാർഡ് എന്നുള്ള ആ ഏരിയ ഞാൻ മറന്നിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ ട്രസ്റ്റ് അവാർഡിന് തിരഞ്ഞെടുത്തതായി അറിയുന്നത്. ഒരുപാട് ഇതുപോലുള്ള അവാർഡുകൾ നമ്മൾ പോലും അറിയാതെ നമ്മളെ അതിലേക്ക് ക്ഷണിക്കുമ്പോൾ അല്ലെങ്കിൽ തരുമ്പോൾ നിറഞ്ഞ മനസ്സോടുകൂടി, വിനയത്തോടുകൂടി ഒരുപാട് ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കാനുള്ള ഊർജം തന്നെയാണ്. ആ അർത്ഥത്തിൽ ഒരിക്കൽ കൂടി ഒരുപാട് നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. കാരണം നല്ലതേത് ചീത്തയേതെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത തരത്തിൽ PR വർക്കുകളുടെ ലോകമാണ്. തെരഞ്ഞെടുപ്പിൽ UDFന് തൊട്ടുമുമ്പ് ജയിക്കാത്ത സ്ഥലത്താണ് എനിക്ക് ഇത്രയും സീറ്റൊക്കെ കിട്ടിയിട്ടുള്ളത്. തോറ്റു കഴിയുമ്പം ചിലപ്പോഴെങ്കിലും ചിലർ ചോദിക്കും, എന്തെങ്കിലും പ്രവർത്തന കുറവുകൊണ്ടായിരിക്കും തോക്കുന്നത്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ജയിക്കുന്ന സ്ഥാനാർത്ഥിയേക്കാൾ അതത് പ്രദേശങ്ങളിലെ സംഘടനാ രംഗത്തും ജനങ്ങൾക്കിടയിലും മുഴുവൻ സമയം അന്ന് തൊട്ട് ഇന്ന് വരെ നിന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഒരു നാൾ തീർച്ചയായും അത് തിരിച്ചറിയും, അതിന് ഫലമുണ്ടാകും എന്ന പ്രതീക്ഷ തന്നെയാണ് ഉള്ളത്. നമ്മളെല്ലാവരും തെരഞ്ഞെടുപ്പിൽ അധിഷ്ഠിതമായി അല്ലെങ്കിൽ പോലും നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കരുതലോടും കാരുണ്യത്തോടും കൂടി സമൂഹത്തെ മുന്നോട്ട് നയിക്കുക എന്നതാണ് പൊതുപ്രവർത്തകരെ രാഷ്ട്രീയത്തിന് അതീതമായ ഉത്തരവാദിത്വമെന്ന് പഠിപ്പിച്ച ക്രാന്തദർശികളായ നേതാക്കന്മാരുടെ പാത പിന്തുടർന്നുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. എന്തായാലും ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട ഉണ്ണി അടക്കമുള്ള എല്ലാവരും ഈ പരിപാടി ഏറ്റവും മികച്ചതാക്കുന്നതിനോട് ഒരുപാട് പ്രയത്നിച്ചിട്ടുണ്ട്. ഒരിക്കൽ കൂടി ജീവകാരുണ്യ പ്രവർത്തനത്തിന് ഡോക്ടർ സൂചിപ്പിച്ചതുപോലെ ഹിയറിംഗ് എയ്ഡുകൾ കൊടുത്തുകൊണ്ട് ആരംഭിച്ച 2011 മുതലുള്ള ഈ ട്രസ്റ്റിന്റെ പ്രയാണം, മഹാത്മജിയുടെ പേരിലുള്ള ഈ ട്രസ്റ്റ് ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ. ഞങ്ങളെ കൊണ്ടും വലിയ സഹായങ്ങൾ ഈ ട്രസ്റ്റിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തെ ഞങ്ങൾ എല്ലാവരും ഒപ്പമുണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി നന്ദി.